സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് ലഹരി വിരുദ്ധ ദിനമാണ്. നാട്ടിലെങ്ങും ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും ഈ നാട്ടിൽ ഈ യുവാക്കൾക്കിടയിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത്? ലഹരി ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ വലിയ രീതിയിൽ വർദ്ധിക്കുന്നു. പല വീടുകളിലും ലഹരി ഉപയോഗിച്ച് അല്ലെങ്കിൽ ലഹരിക്ക് അടിമകളായ മക്കൾ മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്ന സംഭവങ്ങളൊക്കെ നിത്യേന നമ്മൾ കേൾക്കുന്നുണ്ട്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് ഉറങ്ങിക്കിടന്ന വൃദ്ധ മാതാവിനെ തീ കൊളുത്തി കൊലപ്പെടുത്തിയത് ലഹരിക്കടിമയായ മകനാണ്. മെൽവിൻ എന്ന യുവാവാണ് മാതാവ് ഹിൽഡ ഡിസൂസിയെ കൊലപ്പെടുത്തിയത്. അയൽവാസിയായ ലോളിത എന്ന യുവതിയെയും മെൽവിൻ തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ഗുരുതരമായി പൊള്ളലേറ്റ യുവതി ആശുപത്രിയിൽ ചികിത്സയിലാണ്. ലഹരിക്കടിമയായ മെൽവിനും അമ്മയും തമ്മിൽ മദ്യപാനത്തിന്റെ പേരിൽ സ്ഥിരമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പണം ആവശ്യപ്പെട്ട അമ്മയെ ഇയാൾ പതിവായി ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. ഇവരെ പറ്റിയിട്ടുള്ളവർ കൂടുതലായിട്ടും ഇവരെ കരിയല്ല. മറ്റേ അമ്മ മറ്റേ മകനാണ് ഇവിടെ താമസിക്കുന്നത്. മകനാണ് ഇവിടെ വന്നിട്ട് ഇതാക്കുന്നത് കുറച്ചായി മയക്കുമരുന്നിൻ്റെ കുറച്ച് ഇതുണ്ടെന്നാണ് കുറച്ച് വിവരം കിട്ടിയിട്ടുള്ളത്. മറ്റേ അമ്മ മറ്റേ മകനാണ് ഇവിടെ താമസിക്കുന്നത്. മറ്റേ മകൻ നമുക്ക് ഇവിടെ ജനങ്ങളായിട്ട് കൂടുതൽ ബന്ധം ഇല്ലെന്നാണ് വിവരം അറിയുന്നത്. അപ്പോൾ ഈ സംഭവം നമുക്ക് ഒരു ഞങ്ങളുടെ ഓർക്കാട് പഞ്ചായത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവം ആദ്യമാണ്. ഒരു അമ്മ ഒരു മകൻ ഇവിടെ ചെയ്യുന്നത് ഒരു സംഭവം ജനങ്ങളുടെ ആകെ ഇതായിട്ടുണ്ട്. അതല്ലാതെ എൻ്റെ അമ്മയില്ല, അമ്മയുടെ ആദ്യയുടെ ഭാര്യനെ കൂടെ വിളിച്ചിട്ട് മർദ്ദിച്ചിട്ട് മറ്റേ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അവരിപ്പോൾ ഹോസ്പിറ്റലിലുണ്ട്. ഇത്തരം സംഭവം കാണുമ്പോൾ ഒരു വലിയൊരു ഇതായിട്ടാണ് കാണുന്നത്. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിക്ക് വേണ്ടി കർണാടകയിലടക്കം തിരച്ചിൽ തുടരുകയാണ്. കാസർഗോഡ് നിന്ന് KV ബൈജു ചേരുന്നു. ബൈജു, പല കുടുംബങ്ങളിലെയും വില്ലൻ ഇപ്പോൾ ലഹരിയാണ്, മദ്യമാണ്. ലഹരിക്കടിമകളായ മക്കൾ മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾ ഓരോ ദിവസവും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ ലഹരി വിരുദ്ധ ദിനത്തിലെങ്കിലും ഇതുപോലുള്ള വാർത്തകൾ കേൾക്കരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ ഇന്നും ഈ പകലും നമ്മൾ കേട്ടത് ലഹരിക്കടിമയായ മകൻ അമ്മയെ തീ കൊളുത്തി അത്രയും ക്രൂരമായി മൃഗീയമായി കൊലപ്പെടുത്തിയ ഒരു സംഭവമാണ്. എന്താണ് ഈ കൊലപാതകത്തിന് കാരണമെന്ന് വ്യക്തമായിട്ടുണ്ടോ? ഇയാൾ പതിവായി അമ്മയെ പണം ആവശ്യപ്പെട്ട്, ലഹരി വാങ്ങാനുള്ള പണം ആവശ്യപ്പെട്ട് അമ്മയെ ഉപദ്രവിക്കാറുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. തീർച്ചയായും ടോമെ, ഇന്ന് ലഹരി വിരുദ്ധ ദിനത്തിൽ തന്നെ ഇത്തരത്തിലൊരു വാർത്ത, അതും അങ്ങേയറ്റം ക്രൂരമായ രീതിയിൽ സ്വന്തം മാതാവിനെ തീ കൊളുത്തി കൊലപ്പെടുത്തുന്ന ഒരു വാർത്ത, അതാണ് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വോർക്കാടിൽ നിന്ന് പുറത്തു വരുന്നത്. അതായത് ഇന്ന് പുലർച്ചെ 1 മണിക്കും രാവിലെ 9:30 ഇടയിലാണ് ഈ ക്രൂര കൃത്യം നടന്നത്. ഉറങ്ങിക്കിടക്കുകയായിരുന്ന വൃദ്ധ മാതാവിനെ വിളിച്ചുണർത്തി വീടിന് പിറകിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്നും തീ കൊളുത്തി, അതായത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം ഈ മൃതദേഹ അവശിഷ്ടം തൊട്ടടുത്ത് സമീപത്തായുള്ള ഒരു കുറ്റിക്കാട്ടിൽ ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നീട് ഈ തൊട്ട് അയൽവാസിയായ ബന്ധുവായ ലോലിറ്റ എന്ന സ്ത്രീയെ ഇവർ വിളിച്ചു വരുത്തുകയോ ആ മാതാവിന് സുഖമില്ല, വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുകയും ഇവരെയും സമാനമായ രീതിയിൽ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഇവരെ കഴുത്ത് ഞെരിച്ച് മർദ്ദിച്ചതിന് ശേഷം തീ കൊളുത്തുകയായിരുന്നു. പക്ഷേ ഇവർ മരണപ്പെട്ടില്ല. ഗുരുതരമായ പരിക്കുകളോടെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ടോം സൂചിപ്പിച്ചതുപോലെ എന്താണ് ഈ ഒരു ക്രൂര കൃത്യത്തിന് പ്രധാനപ്പെട്ട കാരണം എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ഇയാൾ ഒളിവിലാണ്. ഈ കൊലപാതകം നടത്തിയതിനു ശേഷം ഇയാൾ ഓട്ടോറിക്ഷയിൽ കയറി കർണാടകയിലേക്ക് കടന്നതായാണ് പോലീസ് പറയുന്നത്. കർണാടകയിൽ ഇയാൾക്കായി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇയാളെ കണ്ടെത്തിയാൽ മാത്രമേ എന്താണ് കൃത്യമായ ഈ കൊലപാതകത്തിൽ, ഈ ക്രൂരമായ ഒരു കൊലപാതകത്തിലേക്ക് ഇയാൾ നയിച്ച കാരണമെന്ന് വ്യക്തമാകൂ. പോലീസ് പറയുന്നത് ഇയാൾ ലഹരിക്കടിമയാണ്. പല ദിവസങ്ങളിലും ഈ മാതാവിനെ ഉപദ്രവിക്കാറുണ്ട്, പണം ആവശ്യപ്പെട്ട് ഉപദ്രവിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരാളാണ്. 30 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മകനാണ് ഇത്തരത്തിൽ തന്റെ വാർദ്ധക്യകാലത്ത് താങ്ങും തണലുമാകേണ്ട മകൻ ഇത്തരത്തിൽ അതിക്രൂരമായ ഒരു അമ്മയെ കൊലപ്പെടുത്തുന്നത്. ഇയാളുടെ ഒരു സഹോദരനുണ്ട്. ഇയാൾ ഈ 1 മാസം മുൻപാണ് വിദേശത്തേക്ക് പോയത്. ഇവർ 2 പേർ മാത്രമാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. എന്തായാലും ഈ കേരള കർണാടക അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ വോർക്കാടി എന്ന് പറയുന്ന സ്ഥലം. ഈ സംഭവം നടന്നതിന് ശേഷം
ഈ സ്ത്രീ ഈ ലോലിറ്റ എന്ന യുവതി, അയൽവാസിയായ ഈ യുവതി ഒച്ച വെച്ചതോടുകൂടിയാണ് നാട്ടുകാർ അവിടെ ഓടിയെത്തുന്നത്. അതിനുശേഷം ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഇയാൾ ഓട്ടോറിക്ഷ കയറി ഇവിടെ നിന്നും രക്ഷപ്പെട്ടത്. എന്നാലും ഇയാളെ പിടികൂടാനുണ്ട്. ഇയാളെ പിടികൂടിയാൽ മാത്രമേ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന കാര്യത്തിൽ പോലീസിന് വ്യക്തമാവും. നിലവിൽ പോലീസ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത് ഇയാൾ കാരണം അമ്മയുമായി ഇയാൾ പതിവായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. ഇയാളുടെ അമിതമായ മദ്യപാനം, ലഹരി ഉപയോഗം കാരണം അമ്മ പലപ്പോഴും ഈ മെൽവിനുമായി, യുവാവുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു, തർക്കങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്നും പണം ആവശ്യപ്പെട്ട അമ്മയെ ഉപദ്രവിക്കുമായിരുന്നു ഒക്കെ നാട്ടുകാർ പറയുന്നു. പക്ഷെ അവിടെയും എന്തിനാണ് ലോലിത, അയൽവാസിയായിട്ടുള്ള ലോലിത എന്ന യുവതിയെ ഇയാൾ ആക്രമിച്ചതെന്ന് അറിയണം. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, പ്രത്യേകിച്ചും ഈ അയൽവാസിയായ ലോലിത ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരുടെ മൊഴിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ബൈജു? ടോമെ, ഈ ലോലിറ്റയുടെ മൊഴി രേഖപ്പെടുത്തിയാൽ മാത്രമേ ഇതിൽ കൂടുതൽ വ്യക്തത വരൂ. അവരുടെ മൊഴി ഇതുവരെ രേഖപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ഇവർക്ക് ഗുരുതരമായ പൊള്ളലേറ്റിട്ടുണ്ട്. ഇത്തരത്തിൽ ഇവർക്ക് നേരെയും പെട്രോൾ ഒഴിച്ചാണ് തീ കൊളുത്തിയത്. കൊലപ്പെടുത്താൻ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പ്രതി ഇത് ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്. അവർ വലിയ പരിക്കുകളോടെ 40% പൊള്ളലേറ്റ് ഇവർ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയാൽ ഇതിൽ ഒരു കാരണം പോലീസിന് കണ്ടെത്താൻ സാധിക്കും. അതല്ലെങ്കിൽ ഈ പ്രതിയെ പിടികൂടണം. പ്രതി കർണാടകയിലേക്ക് കടന്നതുകൊണ്ട് തന്നെ കർണാടകയിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഹിൽഡ ഡിസൂസ എന്ന ഈ വൃദ്ധ മാതാവ് ഊണ് കഴിച്ചതിന് ശേഷം കിടന്നുറങ്ങുകയായിരുന്നു. ഈ മകൻ ഇത്തരത്തിൽ പുലർച്ചെ 1 മണിക്കും രാവിലെ 9 മണിക്കും ഇടയിൽ എഫ്ഐആറിൽ അങ്ങനെയാണ് പറയുന്നത്. ഈ സമയത്ത് എന്തിനാണ് ഇവരെ വിളിച്ചുണർത്തി വീടിന് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇത്തരത്തിൽ അതിക്രൂരമായി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയത് എന്ന ഒരു അത് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അത് ഇവരോട് സംസാരിക്കുമ്പോഴും എന്താണ് കാരണമെന്ന് ഇവർക്കും ഒരു വ്യക്തതയില്ല. നാട്ടുകാർ പറയുന്നത് പതിവായി മദ്യപിച്ച് വീട്ടിലെത്തി അമ്മയെ ഉപദ്രവിക്കാറുണ്ട്. ആ അമ്മയും മകനും മാത്രം താമസിക്കുന്ന ഒരു വീടാണ്. പലപ്പോഴും ഇവിടെ ഇത്തരത്തിൽ അമ്മയെ ഉപദ്രവിക്കാറുണ്ട്. അത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ പണം ആവശ്യപ്പെട്ടായിരുന്നു ഇത്തരത്തിൽ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ട്. ഇനി ഏതെങ്കിലും കാരണവശാൽ ഈ പണം ലഭിക്കാത്തതിനെ തുടർന്ന്, അതല്ലെങ്കിൽ വലിയ തോതിൽ പണം ആവശ്യപ്പെട്ട് അത് ലഭിക്കാത്തതിനെ തുടർന്ന് കൊലപ്പെടുത്തിയാണ്. എന്തായാലും അത്രത്തോളം ഹീനമായ ഒരു കൊലപാതകമാണ് നടത്തിയത്. സ്വന്തം മാതാവിനെയാണ് ഇത്തരത്തിൽ അതിക്രൂരമായി തീകൊളുത്തി പെട്രോളൊക്കെ ഒഴിച്ച് തീകൊളുത്തി കൊലപ്പെടുന്നത്. ടോം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ലഹരി വിരുദ്ധ ദിനം വലിയ തോതിൽ ആഘോഷിക്കുകയാണ്. നമ്മൾ ഇതിനെതിരെ പോരാടുകയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ലഹരിക്കടിമയായ ഒരാളിൽ നിന്നും ഇത് ഇത്തരത്തിൽ ഒരിക്കലും നമ്മൾക്ക് കേൾക്കാൻ ആഗ്രഹിക്കാത്ത, അതല്ലെങ്കിൽ നൊമ്പരമായി മാറുന്ന ആ മാതാവ്, അത്രത്തോളം മകനെ സ്നേഹിക്കുകയും മകനൊപ്പം താമസിക്കുന്ന ആ മാതാവ് ഇതെല്ലാം സഹിച്ച് സ്ഥിരമായി ഉപദ്രവിക്കാറുണ്ടെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. പോലീസും അത് ഉറപ്പിക്കുന്നുണ്ട്. അപ്പോഴും എന്തിനാണ് ടോം നേരത്തെ ചോദിച്ചൊരു സംശയം തന്നെയാണത്. ലോലിറ്റയെ ഇവർ എന്തിനാണ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും ഇത്തരത്തിൽ കള്ളം പറഞ്ഞ് വീട്ടിലേക്ക് വരുത്തി വെച്ച് മാതാവിനെ കൊലപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെ ഇവരെയും കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശം ഉണ്ടായത്? അത് എന്തായാലും ഈ ലോലിറ്റയുടെ മൊഴി രേഖപ്പെടുത്തിയാലേ അതിനൊരു വ്യക്തത വരും. അതല്ലെങ്കിൽ ഈ പ്രതിയെ പിടികൂടണം. ഏതായാലും ഈ പ്രതിയെ പിടികൂടിയാൽ മാത്രമേ ഈ കൊലപാതകത്തിന്റെ കൃത്യമായ കാരണം എന്നത് കണ്ടെത്താൻ സാധിക്കൂ. ഏതായാലും നിലവിൽ കൊലപാതക കുറ്റം ഉൾപ്പെടെ ചുമത്തി പിടികൂടിയാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട അതിന്റെ കാരണം സംബന്ധിച്ചുള്ള വ്യക്തത വരികയുള്ളൂ. ഇയാളത് കർണാടകയോട് ചേർന്ന പ്രദേശമാണെന്ന് പറയുന്നുണ്ട്. ഇയാൾ ഒളിവിൽ പോവുകയാണെങ്കിൽ കർണാടകയിലേക്ക് പോകാനാണോ സാധ്യത, അതോ ഈ സമീപ പ്രദേശങ്ങളിൽ തന്നെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കാനായിരിക്കുമോ സാധ്യത? പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ്? ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി അല്പസമയം ഞാൻ ബന്ധപ്പെട്ടിരുന്നു. നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് ഓട്ടോറിക്ഷയിൽ ഇയാൾ കയറി മംഗളൂരു ഭാഗത്തേക്ക് കടന്നതായാണ്. അങ്ങനെയാണെങ്കിൽ കർണാടകത്തിലേക്ക് കടന്നതായാണ് പോലീസിന് ലഭിക്കുന്ന സൂചന. ടോമ, ഈ മേഖലകൾ നമുക്കറിയാം, ഒരുപാട് കേന്ദ്രങ്ങളുണ്ട്. മദ്യ മാഫിയ സംഘങ്ങൾ വിളയാടുന്ന ഒരു പ്രദേശമാണ്. തൊട്ട് മാസങ്ങൾക്ക് മുൻപാണ് ഓട്ടോ ഡ്രൈവറെ ഇത്തരത്തിൽ വാടകയ്ക്ക് വിളിച്ചു വരുത്തി ക്രൂരമായി കൊലപ്പെടുത്തി കിണറ്റിലെറിഞ്ഞത്. അത് ഈ സംഭവം നടന്നതിന് സമീപത്താണ് ആ ഒരു സംഭവം നടന്നത്. അത്രത്തോളം വലിയ തോതിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ്, മണൽ മാഫിയ, ചൂതാട്ട കേന്ദ്രങ്ങൾ, ഇതൊക്കെയുള്ള ഒരു പ്രദേശമാണിത്. പ്രത്യേകിച്ച് ഇവിടെ എന്തെങ്കിലും ഒരു ഇത്തരത്തിലുള്ള കുറ്റകൃത്യം നടത്തിയാൽ അവർക്ക് പെട്ടെന്ന് കർണാടകയിലേക്ക് കടന്ന് രക്ഷപ്പെടാൻ പറ്റും. ഈ കർണാടകയുമായി ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണിത്. പ്രത്യേകിച്ച് പോലീസിന്റെ സാന്നിധ്യം ഈ മേഖലകളിലൊക്കെ കുറവാണ്. നമുക്കറിയാം, മഞ്ചേശ്വരം എന്ന് പറയുന്ന ഒരു പോലീസ് സ്റ്റേഷൻ, വലിയ ഒരു ഏരിയ, ആ ഏരിയ മുഴുവൻ കവർ ചെയ്യേണ്ടത് മഞ്ചേശ്വരം എന്ന് പറയുന്ന ഒരു പോലീസ് സ്റ്റേഷനാണ്. അതിന്റെ ഒരു
അവർക്കുള്ള ഒരു നിസ്സഹാവസ്ഥയാണ് ഇത് ചൂഷണം ചെയ്യുന്നത്. ഈ ഭാഗത്ത് ചൂതാട്ട കേന്ദ്രങ്ങൾ, നിരവധി കേന്ദ്രങ്ങളുണ്ട്. അത്തരത്തിൽ ചൂതാട്ട കേന്ദ്രങ്ങളിലൊക്കെ നിരവധി കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൊലപാതകം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ സമീപ മാസങ്ങൾക്ക് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രദേശം ഈ മീഞ്ചപ്പദവ്, മഞ്ചേശ്വരം അതിർത്തി, തലപ്പാടി മേഖലകളൊക്കെ ഇത്തരത്തിൽ ഒരു സംഘങ്ങളുള്ള സ്ഥലമാണ്. പ്രത്യേകിച്ച് മണൽ മാഫിയ, നേരത്തെ സ്പിരിറ്റ് ഒക്കെ ഉണ്ടായിരുന്ന സ്പിരിറ്റ് കടത്തുകാരൊക്കെ ഇപ്പോൾ മണൽ മാഫിയ സംഘങ്ങളും അതുപോലെ തന്നെ മയക്കുമരുന്ന്, മദ്യം ഇതിനൊക്കെയുള്ള ഒരു താവളമായി ഈ പ്രദേശം മാറിയിരിക്കുന്നു. പെട്ടെന്ന് പോലീസ് എത്തുകയാണെങ്കിൽ അവർക്ക് കർണാടകയിലേക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്നതാണ് ഇവിടെ ഇത്തരത്തിൽ തമ്പടിക്കാൻ കാരണം. കഴിഞ്ഞ ദിവസം തന്നെ മഞ്ചേശ്വരം തലപ്പാടി അതിർത്തിയിൽ ഇത്തരത്തിൽ മദ്യം മയക്കുമരുന്ന് കടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് പിടികൂടിയത്. ഇത് അതിർത്തിയിൽ എത്തിച്ച് അതിനുശേഷം കേരളത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ഇതുവഴിയാണ് മദ്യവും മയക്കുമരുന്നും ഒക്കെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ കൂടുതൽ പരിശോധന ഈ ഭാഗങ്ങളിലൊക്കെ വേണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉയരുന്നുണ്ടായിരുന്നു. വലിയ തോതിൽ ബാങ്ക് കവർച്ചയൊക്കെ നടന്നത് ഈ തൊട്ട് സമീപത്തായാണ്. കർണാടകയിലാണെങ്കിലും കർണാടകയിൽ ഏതെങ്കിലും തരത്തിൽ കുറ്റകൃത്യം നടത്തിയാൽ അവർ കേരളത്തിലേക്ക് രക്ഷപ്പെടുന്ന ഒരു പതിവ്. അത് ഈ പോലീസ് അന്വേഷണം വൈകിപ്പിക്കാൻ അല്ലെങ്കിൽ അവർക്ക് രക്ഷപ്പെടാമെന്നൊരു ധാരണയിലാണ് ഇത്തരത്തിൽ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നവർ ചെയ്യുന്നത്. ഏതായാലും ഇയാളെ പിടികൂടാൻ കഴിയും തന്നെയാണ് പോലീസ് പറയുന്നത്. ഇതിനായി തലപ്പാടി ടോൾ പ്ലാസയിലെ CCTV, അതോടൊപ്പം ഈ സമീപ പ്രദേശങ്ങളിലെ CCTV ഒക്കെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇയാൾ എങ്ങോട്ടാണ് പോയതെന്ന്, ഇയാളുടെ നീക്കങ്ങൾ പോലീസ് മനസ്സിലാക്കാൻ വേണ്ടിയാണത്. എന്നാലും ഇയാൾ ഉടനെ പിടികൂടാൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഇയാളെ പിടികൂടിയാൽ മാത്രമേ ഈ ക്രൂരമായ കുറ്റകൃത്യത്തിലേക്ക് നയിച്ച കാരണമെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. അതല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോലിറ്റിയുടെ മൊഴി രേഖപ്പെടുത്താറുണ്ട്. ഇവർക്ക് വ്യക്തമാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് ലഹരിക്കടിമയായ മകനാണ് അമ്മയെ തീ കൊളുത്തി ചുട്ടരിച്ച് കൊലപ്പെടുത്തിയത്. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിക്ക് വേണ്ടി കർണാടകയിൽ ഉൾപ്പെടെ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്.